നമസ്തേ. കേരളത്തിലെ വിഷയമല്ല കേട്ടോ. ഞെട്ടിക്കുന്ന മറ്റൊരു വിഷയമാണ്. ഈ വിഷയം നിങ്ങളോട് പറയേണ്ടതും നിങ്ങൾ അറിയേണ്ടതുമാണ്. കാരണം പലപ്പോഴും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇല്ല എന്നുള്ള ന്യായവാദങ്ങൾ നിരത്തുന്നവർ ഒരുപാടാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ചിലതൊക്കെ നമുക്കിടയിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ ചില പൊളിറ്റിക്കൽ അജണ്ടകളൊക്കെ വെച്ചുകൊണ്ട് അതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ലഹരി മരുന്ന് നൽകി, അതായത് ജ്യൂസിൽ ലഹരി നൽകി ബോധം കെടുത്തിയതിനു ശേഷം പീഡിപ്പിക്കുക. തുടർന്ന് ലക്ഷങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു മാറ്റുക. ആ യുവതിയെ, ഈ ഒരു ദൃശ്യം എന്ന് പറയുന്നത് എനിക്കറിയില്ല നിങ്ങൾ എത്ര പേർ കണ്ടു എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ അത് വൈറലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, വിവാദമാവുകയാണ്. അപ്പൊ ഈ വീഡിയോയുടെ എന്താണ് സത്യാവസ്ഥ എന്നൊക്കെ അന്വേഷിച്ചു പോകുമ്പോഴാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. ഇത് സാധാരണ ഒരു യുവതിയല്ല. നമ്മുടെ ഒരു സൈനികോദ്യോഗസ്ഥന്റെ ഭാര്യയാണ് ഇത്തരത്തിൽ അനുഭവിക്കുന്നത്. അപ്പോ എല്ലാവരും പറയും, ഓ പിന്നെ ചുമ്മാതല്ല. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, ആ പെൺകുട്ടി ഇയാൾ ഉപദ്രവിക്കുമ്പോൾ ചോടോ മുജെ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ്. ഒരു വഴിയുമില്ല, ട്രാപ്പിൽ പെട്ടുപോയി. അത്തരത്തിലുള്ള ക്രൂരമായ നീചമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇനി ഇത് കണ്ടിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, മതം മാറ്റമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഓർത്ത് വന്നേക്കല്ലേ. നമ്മുടെയൊക്കെ സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാര്യമാർക്കോ സഹോദരിമാർക്കൊക്കെ ഇത്തരത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അതൊരു കള്ളക്കഥ മെനയല്ല. മറ്റുള്ളവർ പറയുമ്പോൾ വേണമെങ്കിൽ നിങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വൈകൃതമുള്ള മനസ്സുള്ളവർക്ക് പറയാം, ഇതൊക്കെ നിങ്ങൾ പ്രൊപ്പഗാൻഡ അടിച്ചിറക്കുന്നതാണെന്ന്. പക്ഷെ അതല്ല കേട്ടോ. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. നമ്മൾ ഞെട്ടിപ്പോകും ഇതിന്റെ ഒരു ക്രൂരത കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നാഗ്പൂരിലാണ് ഈ വ്യോമസേന ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ ഇവർ ഇത്തരത്തിൽ 1 വർഷത്തോളമാണ് ഈ യുവതിയെ പീഡിപ്പിച്ചതും ബ്ലാക്ക്മെയിൽ ചെയ്തതും ഒക്കെ. ഈ യുവതിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലേക്കായി പോയി എന്നുള്ളതാണ് പറയുന്നത്. ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നു, ഒടുവിൽ നിർബന്ധിത മതം മാറ്റം നടത്തുന്നു എന്നുള്ളതാണ്. 1 വർഷമായിട്ട് ഈ സൈനികൻ മറ്റൊരിടത്താണ് ജോലി ചെയ്യുന്നത്. ആ തക്കം ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ യുവതിയാണെങ്കിൽ പ്രോപ്പർട്ടി ഡീലിംഗ് ആണ്, എനിക്ക് തോന്നുന്നു റിയൽ എസ്റ്റേറ്റോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പ്രോപ്പർട്ടി വാങ്ങാൻ എന്ന വ്യാജേനയാണ്, ആഹ് അതായത് കൊളീഗ് കൂടിയായിരുന്നു, പഴയ കൊളീഗ് കൂടിയായിട്ടുള്ള ഇയാൾ പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷം അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷം പ്രോപ്പർട്ടി ഡീലിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടി പോയി എന്ന് ചോദിക്കരുത്. എപ്പോഴും എന്തിനും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തിനു പോയി. പല കാര്യങ്ങളുണ്ടാവും. ഒരാളെ നമുക്ക് പരിചയപ്പെടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകത്തൊന്നുമില്ല ഇവരെ എന്തൊരു കാര്യമാണ് പറയാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് എന്താ പറയാ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് ജോലി സംബന്ധമായുള്ള ചില കാര്യങ്ങൾ എന്നൊക്കെ പറയാഞ്ഞ് വിളിച്ചുകൊണ്ട് ചില സ്ത്രീകളോടൊക്കെ കാണിക്കുന്ന ക്രൂരതയൊക്കെ കേട്ടാലുണ്ടല്ലോ, നമ്മുടെ മനസ്സാക്ഷി ഇല്ലാത്തവരാണോ നമുക്കൊക്കെ ചുറ്റിലുമുള്ളത് എന്ന് നമുക്ക് തോന്നിപ്പോകും എന്നുള്ളതാണ്. നോക്ക്, ഈ സംഭവം നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ആഹ് ഈ ഈ പറയുന്ന യുവതിയുടെ സഹപാഠിയായിരുന്ന, മുൻ സഹപാഠിയായിരുന്ന അയ്യസ് താജ് മദാരെ, കൂട്ടുപ്രതിയായിട്ടുള്ള അമീൻ ഷേഖ്, ഇവരെ ഇപ്പോൾ നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ കേസിൽ പെട്ടെന്ന് തന്നെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കോടതി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർക്ക് പുറമെ കമലേശ്വറിൽ വെച്ചിട്ട് ഈ യുവതിയെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കാനായിട്ട് നേതൃത്വം നൽകിയ മധ്യപ്രദേശ് താമിയ സ്വദേശിയായിട്ടുള്ള മതപണ്ഡിതൻ ഹസ്രത്ത് മൗലാനയ്ക്കെതിരെയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അപ്പോ ഇത് ഇവിടെയൊന്നും കൊണ്ടൊന്നും നിൽക്കുന്ന കേസല്ല. നമ്മുടെ ജവാന്മാരുടെ ഭാര്യമാരെയൊക്കെ ലക്ഷ്യം വിട്ടുകൊണ്ട് ഇവർ മനഃപൂർവ്വമായിട്ട് ഒരു ഗ്രൂപ്പ് ചേർന്ന് ഇത്തരത്തിൽ ചെയ്യുന്നതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉയർന്നു പോവുകയാണ്. അപ്പൊ ഇതിന് മഹാരാഷ്ട്രയില് ഈ പറയുന്ന കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നരബലിയും മറ്റ് മനുഷ്യത്വരഹിതമായിട്ടുള്ള ആചാരങ്ങളും ബ്ലാക്ക് മാജിക്കും ഒക്കെ തടയുന്നതിനും ഇല്ലാതാക്കുന്നതിനുമൊക്കെ കർശന നിയമപ്രകാരമൊക്കെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അവനിനി എനിക്ക് തോന്നുന്നില്ല പുറം ലോകം കാണുമെന്നുള്ളത്.
അപ്പൊ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ ഭർത്താവ് കുറെ കാലം 1 വർഷമായിട്ട് മറ്റൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. 24 വയസ്സുകാരിയാണ് ഈ പരാതിക്കാരി. നാഗ്പൂരിൽ നമ്മൾ പറഞ്ഞതുപോലെ വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം അതായത് 2025ലാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ 2025 ഫെബ്രുവരി 8-ന് ഒരു പ്ലോട്ട് വാങ്ങാനെന്ന് വ്യാജേന ഇയാൾ പരിചയപ്പെടുകയാണ്. തുടർന്ന് വാർധ റോഡിലെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഈ പ്രോപ്പർട്ടി ഡീലിംഗുമായൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ പലപ്പോഴും പലരും ഇത്തരത്തിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പ്രോപ്പർട്ടി കാണാൻ ഒരുമിച്ച് പോകാറുണ്ട്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഹറാമാണെന്നൊന്നും പറഞ്ഞേക്കരുത്. ആ പറയുന്നത് മുഴുവനും തട്ടിപ്പുകാരാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമുക്ക് പുറത്തു പോകേണ്ടി വരും, ചിലരെ കാണേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. ഇതൊക്കെ അങ്ങനെ ചെയ്തു പോകേണ്ടുന്ന തൊഴിലുകളുമാണ്. എന്തായാലും ഇത്തരത്തിൽ ഹോട്ടലിലേക്ക് വരുന്നു, സംസാരിക്കുന്നു. ഇതിനിടയിൽ ജ്യൂസ് നൽകുകയാണ്. ഈ ജ്യൂസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നെറികെട്ട നമ്മൾ പറയില്ലേ തന്തയില്ലാത്തരം കാണിക്കുന്നവന്മാരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ജ്യൂസിൽ ലഹരി നൽകി ബോധം കെടുത്തിയതിനു ശേഷമാണ് ഈ യുവതിയെ ബലാത്സംഗം ചെയ്യുന്നത്, പീഡിപ്പിക്കുന്നത് അല്ലെ? ഇങ്ങനെയാണ് ഈ സംഭവം വരുന്നത്. എന്നിട്ട് ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ മൊബൈലിൽ പകർത്തിയതിനു ശേഷം ഈ പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലക്ഷങ്ങൾ അടിച്ചെടുത്തു എന്നതാണ് പറയുന്നത്. ബ്ലാക്ക്മെയിൽ ചെയ്തതിനു ശേഷം പല തവണ ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറയുന്നു. പലപ്പോഴായിട്ട് 3 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പോലീസിനോട് ഈ പെൺകുട്ടി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പീഡനത്തിനും പണം തട്ടലിനും പിന്നാലെ യുവതിയെ ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ ശ്രമിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകളുടെ ദൃശ്യങ്ങളായിരിക്കണം ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നത്. ഇയാൾ എന്തൊക്കെയോ ചൊല്ലുന്നു, ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഊതുന്നോ തുപ്പുന്നോ എന്തൊക്കെയോ ചെയ്യുകയാണ്. എന്നിട്ട് നീ ഭാര്യയായെന്നോ അല്ലെങ്കിൽ മതം മാറ്റം കഴിഞ്ഞെന്നോ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. എത്ര തലയ്ക്ക് വെളിവില്ലാത്തവന്മാരാണ് ഇവരൊക്കെ. മനസ്സിലാകുന്നു ഇത്ര ഏഹ് ഇവരെ പഠിപ്പിക്കുന്നത് ഇതാണോ? മനസ്സിലാകുന്നില്ല. മറ്റുള്ളവരുടെ വിശ്വാസത്തെ മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനും ഒക്കെ കഴിയാത്ത ഇവന്മാരെയൊക്കെ എന്തിനു വെച്ച് പൊറുപ്പിക്കണം? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് പറയുമ്പോൾ മാത്രം ഉയരുന്ന ചില മതേതരത്വമുണ്ട്. അത്തരം മതേതരത്വത്തിനോട് എനിക്ക് യാതൊരു വിശ്വാസമില്ല. മതേതരത്വം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ പരസ്പര ബഹുമാനത്തോട് കാണാൻ കൂടി കഴിയുന്നതാണ്. അല്ലാതെ എനിക്കിത് താല്പര്യമുണ്ട്, മറ്റതൊന്നും ശരിയല്ല എന്ന് പറയുന്ന ഒരു മതേതരത്വത്തോടും അതിനോട് ചേർന്ന് നിൽക്കുന്ന മതേതരത്വത്തോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഇനിയിപ്പോ നിങ്ങൾ എന്നെ പൊങ്കാലയിടാൻ വന്നാലും യാതൊരു രക്ഷയുമില്ല. എന്റെ ഒരു രീതി അതാണ്. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നതെന്നൊന്നും എനിക്കറിയില്ല. കപടമായിട്ടുള്ള വാദികളോട് എനിക്ക് പുച്ഛമാണ്. വാട്ട് ടു ഡു? അങ്ങനെ ആയിപ്പോയി നമ്മള്. ഏഹ് അപ്പോ അതുകൊണ്ട് അത് എന്നിട്ട് ഈ പെൺകുട്ടിയെ മെയ് 31-ന് ഈ പറയുന്ന സഹപാഠിയും സുഹൃത്തും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു മുക്രിയുടെ കാര്യം പറഞ്ഞല്ലോ, അങ്ങേരുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ്. എന്നിട്ട് ഈ പറയുന്ന ചേഷ്ടകളൊക്കെ കാണിച്ചതിന് ഖുബൂൽ ഹേ എന്ന് പറയാനായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ളത്. ഭയങ്കരമായിട്ട് ഈ പെൺകുട്ടിയെ തല്ലുകയാണ് കേട്ടോ. അങ്ങ് ഒരു അച്ചാടും മുച്ചാടും നമ്മൾ പറയില്ലേ തല്ലുകയെന്ന്, അത്തരത്തിൽ തല്ലുകയാണ്. ഏ ഞാൻ പറയാൻ വന്നത് ഈ വാർത്ത നിങ്ങൾ ചിലപ്പോ കണ്ടു കാണും. ചിലപ്പോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണും. നിങ്ങൾ ഒരുപക്ഷെ അത് സ്ക്രോൾ ചെയ്ത് വിട്ട് കാണും. അങ്ങനെ എന്തെല്ലാം ദൃശ്യങ്ങളാണ് നമ്മുടെ മുൻപിൽ വരുന്നത്. കപടത്തെയല്ലേ ഇവര് കാണിക്കുന്നെ. ഇവര് ഇത്തരത്തിലൊരു നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാര്യയോടടക്കം ഇത്തരത്തിൽ കാണിച്ചു എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ പെൺകുട്ടി ഭർത്താവ് വന്നതിന് ശേഷം ഇത് മുഴുവനും തുറന്നു പറയുന്നു. എന്നിട്ട് ഭർത്താവുമായി ചേർന്നുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തതും മറ്റേ ആ മുക്രീനെ ക്ക് വേണ്ടിയിട്ട് ഊർജിതമായ തെരച്ചിൽ നടത്തുന്നതുമൊക്കെ. മുക്രീനെ കൂടി കിട്ടിക്കഴിഞ്ഞ പിന്നെ അവനെ ഒന്നും പുറത്ത് വിടരുത്. ഇവനെയൊക്കെ എന്താ ചെയ്യണ്ടേന്നറിയാ. മുക്കാലി കെട്ടി അടിച്ച് അവിടെ മുളക് ചാറ് പെരട്ടണം. അതാ വേണ്ടത്. അപ്പോ ഇത് ഒരു വിഭാഗത്തിനോട് മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളോടുമാണ്. പ്രത്യേകിച്ച് ഇതൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള വശം. മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയാത്ത ആ വിഭാഗത്തിലെ എല്ലാവരെയും നമുക്ക് പറയാനും വയ്യ. എത്രയോ പേര് എത്രയോ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയൊക്കെ ഈ മണ്ണിൽ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നുണ്ടെന്നറിയോ, ജീവിച്ചു മരിക്കുന്നുണ്ടെന്നറിയോ. എത്ര
സാർത്ഥകമായിട്ടുള്ള ജന്മങ്ങൾ ഈ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടെന്ന് അറിയാമോ? നമ്മള് അതിൽപ്പെട്ടിട്ടുള്ള ചില സൗഹൃദ വലയങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഏറ്റവും അടുത്ത് ഇടപഴകാൻ പറ്റുന്ന ചിലരൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളെല്ലാവരെയും സംശയത്തോടെ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരത്തിലുള്ള നിർബന്ധിതമായ മതം മാറ്റവും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് കടന്നു വരുമ്പോ നമ്മള് അറിയാണ്ട് ചിന്തിച്ചു പോകും, അയ്യോ! അപ്പൊ നമ്മളൊരു ആംബിസ്റ്റൻസിലേക്ക് പോകും. ഹിന്ദുവിനെ സംബന്ധിച്ച് ഹിന്ദുവിനെ എന്തിനേയും സ്വീകരിക്കാനുള്ള ഒരു സഹിഷ്ണുത അത് ബ്ലഡിലുണ്ട്. എന്തിനേയും അംഗീകരിക്കും. കാരണം അങ്ങനെ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ ഹിന്ദുസ്ഥാൻ ആയിരുന്ന ഈ രാജ്യത്തേക്ക് പലതരത്തിലുള്ള ആളുകൾ വരികയും അവരെയൊക്കെ നമ്മുടെ പൂർവികര് ആഹ് സ്വീകരിക്കുകയും അവർക്ക് വേണ്ടുന്ന ഇടം നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നീടല്ലേ ഇതൊക്കെ ഇസ്ലാമിക രാഷ്ട്രവാദവുമായിട്ടൊക്കെ ഇവര് വരുന്നത്. അപ്പോ നമ്മുടെ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാൻ തുടങ്ങിയത് ജിന്നയുടെ കാലഘട്ടം മുതലാണ്. അത് വേറെ തന്നെ ഒരു സബ്ജക്റ്റ് ആണ്. അതിങ്ങനെ നാരോ മൈൻഡഡ് ആയിട്ടുള്ളവർക്ക് കുത്തിവെച്ച് കൊണ്ടുവരുന്നതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു മോശമായ അവസ്ഥയിലാണ് ഇന്ന് പോകുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോ നമ്മൾ പറയില്ലേ ഏറ്റവും വിശ്വസ്തരായ നമ്മുടെ കൂടെയുള്ളവരെ പോലും നമ്മൾ ചിലപ്പോ ശങ്കിച്ചു പോകും എന്നുള്ളതാണ്. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇടനിലക്കാരായിട്ട് നിൽക്കുന്നത് പോലും സ്ത്രീകളായിട്ടുണ്ടത് എന്നുകൂടി കേൾക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ആകെ വ- വല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ ആയി പോകുന്നത്. നമുക്ക് പഴയതുപോലെ സഹവർത്തിത്വത്തോടെ സഹിഷ്ണുതയോടെയൊക്കെ കഴിയാൻ സാധിക്കണമെന്ന് ഈ ഒരു രാജ്യത്ത് മാത്രമാണ്. നിങ്ങളൊന്ന് എടുത്ത് ആലോചിച്ച് നോക്കണം. ഈ ഗ്ലോബൊക്കെ ഉണ്ടെങ്കിൽ ഓരോ രാജ്യങ്ങളും എടുത്തു വെച്ച് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് ശ്രദ്ധിച്ച് വിലയിരുത്തി നോക്കണം. ആലോചിച്ചല്ല, വിലയിരുത്തി നോക്കണം. ഓരോ രാജ്യത്തും സംഭവിക്കുന്നതും റേസിസം ഒക്കെ ഉണ്ടാകുന്നതും ഒക്കെ. ഇറാനിൽ നോക്കി, ഇറാനിൽ അവിടെ ഉള്ളവർക്ക് മതരാഷ്ട്രമാണ്, പക്ഷെ സമാധാനമില്ല. സിറിയയിലേക്ക് നോക്കുക, മതരാഷ്ട്രമാണ്, സമാധാനമില്ല. പാകിസ്ഥാനിലെ നോക്കുക, മതരാഷ്ട്രമാണ്, സമാധാനമില്ല. ബംഗ്ലാദേശിലേക്ക് നോക്കുക, മതരാഷ്ട്രമാണ്, സമാധാനമില്ല. ഇവിടെ ഹിന്ദുവും പാഴ്സിയും ജൈനനും എല്ലാവരും എല്ലാ കുഞ്ഞുകുട്ടി കൂളികളും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഇത്രയും സമാധാനത്തിൽ കഴിഞ്ഞിട്ട് ഒക്കത്തിനും ഒക്കത്തിനും തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള വേഷം കെട്ടുമായിട്ട് ഇറങ്ങുന്നത്. ഇത് ചില പ്രൊപ്പഗാൻഡയാണ്. കാരണം ഏറ്റവും സമാധാനമായിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് മോദി ഭരിക്കുന്നത് കൂടി കൊണ്ടാണ് പലരുടെയും അജണ്ട നടപ്പിലാകുന്നില്ല എന്നുള്ളത് കൂടി കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും 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 പലരിലേക്കായിട്ട് ഇൻജക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. പക്ഷേ എന്താ പറയാ, എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവന്റെ കാര്യത്തിൽ ഒരു ധാരണ എന്തായാലും ആക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നല്ല നെഞ്ചുറപ്പുള്ള ഭരണാധികാരികൾ തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അറിയാമല്ലോ, ചാണക്യന് അമിത്ഷാ എല്ലാം ശരിയാക്കി തരും. പിന്നെ മഹാരാഷ്ട്രയിൽ ഫഡ്നാവിസ് ആണ്, ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. അപ്പൊ ഇവന്റെ കാര്യത്തിൽ ഒരു ധാരണ ആക്കും. ഇനി ആരെങ്കിലും ഇത്തരത്തിൽ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവനെ മുട്ട് വിറക്കണം എന്നുള്ളതാണ്. യുപിയിലേക്ക് പിന്നെ നമ്മ നോക്കണ്ട, ടിഷ്യൂ ആണ്. പിന്നെ അവന്റെ കാര്യം തീർന്നു. ഏഹ് മുട്ടിന് താഴെ പലർക്കും മുട്ടിന് താഴെ നടക്കാനൊന്നും വയ്യ. പാത്തത്താറാവ് നടക്കുന്നത് പോലെയാ നടക്കുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പെരുമാറ്റവും പെൺകുട്ടികളോടുള്ള കുൽസിതം തോന്നുമ്പോൾ ഇറങ്ങുന്നവർക്കും ഒക്കെ ശിക്ഷ അതാണ്. യോഗിജി വന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചവരാണ് ഇപ്പൊ മിണ്ടാനില്ല. കുറെ പേരുടെ പടം കണ്ടു. എന്നിട്ട് ക്യാപ്ഷനാണ്, പച്ചക്കറി വ്യാപാരികളാണ്, പണ്ടത്തെ ഗുണ്ടകളായിരുന്നു അത്രേ. അങ്ങനെയും കാര്യങ്ങൾ സംഭവിക്കാം. അപ്പൊ പറഞ്ഞു വന്നത്, ഇത് വലിയൊരു വിഷയമാണ്, വലിയൊരു വിപത്താണ്. നമ്മുടെ രാജ്യത്തിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നവരുടെ ഏറ്റവും നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. മതം മാറ്റം നടത്തുന്നില്ല, മതം പ്രശ്നമല്ല എന്ന് പറയുന്നത് മതം നോക്കി തന്നെയാണ് പഹൽഗാമിൽ നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ എടുത്തത്. മതത്തിനുമപ്പുറം മനുഷ്യ സ്നേഹം ഉള്ളത് കൊണ്ട് കൂടിയാണ് നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇന്നും ഇങ്ങനെ ജീവിച്ചു പോകാൻ സാധിക്കുന്നത്. പല സമയങ്ങളിലായിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ വലിയ പ്രൊപ്പഗാൻഡകൾ നടപ്പിലാക്കാൻ വരുന്നവരുണ്ട്. തിരിച്ചറിയണം അവരെ, അകറ്റി നിർത്തണം അവരെ. നമ്മുടെ സംരക്ഷിക്കുന്ന സേനാ വിഭാഗങ്ങൾക്കൊക്കെ ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അറിയാമെങ്കിൽ പങ്കുവയ്ക്കുക. ഇവരെയൊക്കെ ഇവിടെ നിന്ന് ഇല്ലാതെയാക്കണമെന്ന്. സമാധാനത്തോടെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നവർ മതി ഈ രാജ്യത്തെ എന്ന് നമ്മൾ അറിയാതെയെങ്കിലും ചിന്തിച്ചു പോയാൽ
തെറ്റ് പറയാനാകും? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.